യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം. യോഹന്നാൻ 3:1 മുതൽ 6 വരെ. യേശുവും നിക്കോദേമോസും. ഫരിസയരിൽ നിക്കോദേമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണ് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. നിക്കോദേമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് എങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ചവൻ ജനിക്കുവാൻ കഴിയുമോ? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. കഴിഞ്ഞ അധ്യായത്തില് നമ്മള് ഒരു വസ്തുവിലുണ്ടാകുന്ന മാറ്റം, വസ്തുവിന് മേലുള്ള അധികാരം, ക്രിസ്തുവിന്റെ അധികാരത്തെ കുറിച്ചാണ് കാനായിലെ വിവാഹ വിരുന്നിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇവിടെ 3-ാം അധ്യായം തുടങ്ങുമ്പോൾ വ്യക്തിയിൽ ഈശോയ്ക്ക് വരുത്താവുന്ന വ്യത്യാസം, അതായത് മനുഷ്യപ്രകൃതി എങ്ങനെയാണ് കൃപ രൂപാന്തരപ്പെടുത്തുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇത് സംഭവിക്കുന്നത് ആത്മീയ ജനനത്തിലാണ്. ആത്മീയ ജനനം വചനം കൊണ്ടും പ്രവൃത്തി കൊണ്ടും നടക്കുന്നു. ആദ്യം നമ്മള് ആത്മീയ ജനനത്തെ കുറിച്ച് മനസ്സിലാക്കുന്നു. അതിനുശേഷം ആ ജനനത്തിന്റെ ആത്മീയ ഫലങ്ങളെ കുറിച്ച്, അത് നമുക്ക് അധ്യായം 5 നമ്മൾ കാണും. ആത്മീയ ജനനം ആദ്യം യഹൂദർക്കും പിന്നെ വിജാതിയർക്കുള്ള കാര്യം നമ്മൾ അധ്യായം 4 കാണും. ഇവിടെ നമ്മൾ കാണുന്നത് ആദ്യം ഇതിന്റെ ആവശ്യകതയെ കുറിച്ചാണ്. ആ 3-ാം അധ്യായം 3-ാം വചനം ഒരിക്കൽ കൂടി വായിക്കും. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. 5 വായിക്കാം. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ആത്മീയ ജനനത്തിന്റെ ആവശ്യകതയെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 3-ാം വചനം വായിക്കും. മത്തായി 18:3. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അതിനുവേണ്ടി വചനം ദാഹിക്കണമെന്ന് 1 പത്രോസ് 2:2 നമ്മൾ വായിക്കും. 1 പത്രോസ് 2:2. രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിനു വേണ്ടി ഇളം പൈതങ്ങളെ പോലെ ദാഹിക്കുവിൻ. ഈ വചനം കൊണ്ടാണ് നമ്മൾ വീണ്ടും ജനിക്കുന്നത്. 1 പത്രോസ് 1:23. 1 പത്രോസ് 1:23. നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന്. ഇതിന്റെ ക്വാളിറ്റിയെ കുറിച്ചാണ് നമ്മൾ 4-ാം വചനത്തിൽ യോഹന്നാൻ 3:4 വായിക്കുന്നത്. യോഹന്നാൻ 3:4. നിക്കോദേമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇത് എങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാൻ കഴിയുമോ? ഇതിന്റെ വിധത്തെ കുറിച്ചാണ് യോഹന്നാൻ 3:9 നമ്മൾ വായിക്കും. യോഹന്നാൻ 3:9. ഇതെല്ലാം എങ്ങനെ സംഭവിക്കും എന്ന് നിക്കോദേമോസ് ചോദിച്ചു. ഇതിനൊരു അവസരം, ഈ ഒരു ഒക്കേഷൻ ഉണ്ടാവും. ആ ഒരു ഒക്കേഷനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് നിക്കോദേമോസ് എന്നൊരു പദം യോഹന്നാൻ 3:1 നമ്മൾ വായിക്കുന്നത്. അതൊന്ന് വായിക്കും. യോഹന്നാൻ 3:1 കൂടി വായിക്കും. ഫരിസയരിൽ നിക്കോദേമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അപ്പൊ 2 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്, ഫരീസിയൻ എന്നും നിക്കോദേമോസും എന്നും. ഈ ഫരീസിയർ അന്നുണ്ടായിരുന്ന 2 വിഭാഗക്കാരാണ്. ഒന്ന് ഫരീസിയരും 2 സദൂക്കയരും. ഓക്കെ, ഈ ഫരീസിയർക്കുള്ള പ്രത്യേകത, അവര് പുനരുത്ഥാനത്തിലും ആത്മാക്കളുടെ അസ്തിത്വത്തെ കുറിച്ചൊക്കെ വിശ്വസിച്ചിരുന്നു. പക്ഷെ സദൂക്കയര് ഈ 2 കാര്യവും വിശ്വസിച്ചിരുന്നില്ല. ഇപ്പൊ ഈ നിക്കോദേമോസ് എന്നുള്ള വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്. അത് വിജയി എന്നതാണ് അതിന്റെ അർത്ഥം വരുന്നത്. വിജയി, ഇത് നമ്മുടെ വിളിയാണ്, വിജയിക്കാൻ. 1 യോഹന്നാൻ 5:4. 1 യോഹന്നാൻ 5:4. എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു,
ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ ഈ നമ്മുടെ വിശ്വാസം, അതായത് വചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത്. റോമ 10:17. റോമ 10:17. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അതിന്റെ ഫലമാണ് 1 യോഹന്നാൻ 5:18 നമ്മൾ കാണുന്നത്. 1 യോഹന്നാൻ 5:18. 1 യോഹന്നാൻ 5:18. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല. ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു. ദുഷ്ടൻ അവനെ തൊടുകയുമില്ല. ഇതാണ് ആത്മീയ ജനനത്തിന്റെ ഫലം. അപ്പൊ നമുക്ക് എല്ലാവർക്കും വചനത്തില് ആത്മീയ ജനനത്തിന്റെ ആവശ്യകതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.